ഒരു പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആ പെൺകുട്ടിയും ഭർത്ത വീട്ടിലേക്ക് കാലുവെച്ച് കയറുന്നതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനുശേഷം പലപ്പോഴും കേട്ടിട്ടുള്ള വാർത്തകളെന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ത്രീധന പീഡനത്തിന് ഇരയായി ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തന്നെ കെട്ടിത്തൂക്കി കൊല്ലുന്നു, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു, ഇറക്കി വിടുന്നു. ഇങ്ങനെ ഒരുപാട് വേർഷൻസ് നമ്മൾ ഇതിൻ്റെതായിട്ട് കണ്ട് ഞെട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ കൂടുതൽ ഇനി ഒന്നും, ഒരു പെൺകുട്ടിയുടെ മരണം എന്നതിൽ കൂടുതൽ സ്ത്രീധന പീഡനത്തിന് ഇരയാക്കപ്പെടാൻ ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ അതിനെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത്, ഉത്തർപ്രദേശിലാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. HIV ഉള്ള അല്ലെങ്കിൽ ആ വൈറസ് ഉള്ള കൃത്യമായിട്ട് സിറിഞ്ച് ഉപയോഗിച്ച് പെൺകുട്ടിയെ കുത്തി ആ പെൺകുട്ടിക്ക് ഇപ്പം HIV പോസിറ്റീവ് ആയിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു കാര്യം, ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കാര്യം ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറം ഇനി ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഫെബ്രുവരിയിൽ ഈ പെൺകുട്ടിയെ പിതാവ് കല്യാണം കഴിച്ചയക്കുന്നു. 30 വയസ്സ് വരെയുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് പിതാവ് 45 ലക്ഷം രൂപയോളം മുടക്കിയാണ് കല്യാണം നടത്തി കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു SUV കാറ് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ നിരന്തരമായിട്ട് ഭർത്തൃ വീട്ടുകാർ പീഡിപ്പിക്കാൻ തുടങ്ങി. ഭർത്താവ്, ഭർത്താവിൻ്റെ അമ്മ, സഹോദരി ഭർത്താവ്. കൊടുത്ത പൈസ മതിയായില്ല, ഇനിയും പൈസ വേണം, അഡീഷണൽ ആയിട്ട് വേണം. അതുകൂടാതെ കൊടുത്ത കാറ് ചെറുതായിപ്പോയി, വലിയ കാറ് വേണം. ഇങ്ങനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നതിനെ തുടർന്ന് ആ കുട്ടി ഒരുപാട് ഈ പറഞ്ഞ പിതാവിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഗ്രാമത്തലവന്മാരും ബാക്കി കാര്യങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഉള്ള ആൾക്കാരെല്ലാം കൂടി ഇടപെട്ട് വീണ്ടും ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് പെൺകുട്ടിയെ ഭർത്തൃ വീട്ടിലേക്ക് വിട്ടതിന് ശേഷവും ഈ പീഡനത്തിന് വലിയൊരു കുറവുണ്ടായില്ല. അച്ഛൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2024 മെയ് മാസത്തിൽ ഭർത്താവിൻ്റെ വീട് ഹരിദ്വാറിലാണ്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ HIV സിറിഞ്ച് അല്ലെങ്കിൽ ആ വൈറസ് ഉള്ള സിറിഞ്ച് വെച്ച് കുത്തുകയാണ് ചെയ്തത്. ഇപ്പം നടത്തിയ പരിശോധനയിലാണ് കുട്ടി പോസിറ്റീവായി. ഭർത്താവിന് പരിശോധിക്കുന്ന സമയത്ത് ഭർത്താവ് നെഗറ്റീവാണ് സ്വാഭാവികമായിട്ടും. അപ്പം ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, അവിടുത്തെ ഉത്തർപ്രദേശിലെ സരൺപൂർ കോടതി UP പോലീസിനോട് ഇത് വലിയൊരു കേസായിട്ട് എടുക്കുക, ക്രിമിനൽ ഒഫൻസ് അങ്ങനെയുള്ള രീതിക്ക് വരുന്നതാണ്, കേസായിട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസ് വീട്ടുകാർക്കെതിരായിട്ട് വരുന്നത് ഈ പറയുന്ന സ്ത്രീധന പീഡന അങ്ങനെയുള്ള വകുപ്പ് ഒരുപാട് തന്നെ ചുമത്തിയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് കൊലക്കുറ്റം എന്നുള്ള രീതിക്ക് ചുമത്തിയിട്ടുണ്ട്, വഞ്ചന കുറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേസുകൾ ചുമത്തിയിട്ടാണ് വീട്ടുകാർക്കെതിരെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വാർത്ത കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാർത്ത അറിയിക്കണം എന്ന് തോന്നിയതിൻ്റെ പിന്നിലും ഇതൊക്കെയാണ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭയാനകമായിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ മരണം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പെൺകുട്ടി ഇനി HIV ബാധിതയായി അവളുടെ ജീവിതകാലം എവിടെയാണോ അവർക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത്രയും കാലം നരയിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. എങ്ങനെയൊക്കെയാണ് അവളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതായി, എത്രത്തോളം അസുഖങ്ങൾ അവൾക്ക് പിടിപെട്ട്, എത്രത്തോളം അവശ്യമായി ഇനി ജീവിതത്തിൽ മൊത്തം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് യാതനകൾ അവളുടെ ജീവിതത്തിലുണ്ട്. അപ്പം ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ആ വീട്ടുകാർ, ഭർത്തൃ വീട്ടുകാർ ആ പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ പറയാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു മരണം സംഭവിച്ചാൽ പോലും ഇത്രയ്ക്ക് പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. കാരണം ഇതിൽ കൂടുതൽ ജീവിച്ച് ഇഞ്ചിഞ്ചായി മരിക്കുന്ന തരത്തിലേക്കൊക്കെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ, അതും പൈസയ്ക്ക് വേണ്ടി, സ്ത്രീധനത്തിന് വേണ്ടി ഇത്രയും എന്തുകൊണ്ടാണ്? പക്ഷെ നമുക്കറിയാം കുറേ കാലമായിട്ട് നമ്മുടെ ഒരു വർഷത്തെ കണക്ക് ഇന്ത്യയിലെ സ്ത്രീധന പീഡനത്തിന് ഇരയായി മരണപ്പെടുന്ന പെൺകുട്ടികളുടെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഉത്തര കൊലക്കേസ് എന്ന് പറയുമ്പോൾ പാമ്പിനെ കൊണ്ടൊക്കെ കൊത്തിക്കുക, ആ പെൺകുട്ടിയെ പകരമായിട്ട് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുപോവുക, അവൾക്ക് തന്നിട്ടുള്ള കാശ് വെച്ച് സുഖമായിട്ട് ജീവിക്കുക, ഇങ്ങനെ കാണുന്നു. വിസ്മയ കേസ് വരുന്ന സമയത്ത് അവിടെയും നമ്മൾ കാണുന്നു. അവനൊക്കെ സുഖമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും, അവനൊക്കെ വേറൊരു പെണ്ണ് കിട്ടും, സുഖമായി ജീവിച്ചു. അപ്പം ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും ആ പെൺകുട്ടികൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനൊരു മറുപുറം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്ത്രീധന നിരോധനം എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് അത് എത്ര തരത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് കൊടുക്കാനുള്ളത് അത് ഈ പറയുന്ന പണമായിട്ടാവാം, ചിലപ്പോൾ സ്വത്തായിരിക്കാം, ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും. ആ കൊടുക്കുന്ന സമ്മാനം എന്ന കൂട്ടത്തിലും ഇത് പോകാറുണ്ട് സ്വാഭാവികമായിട്ടും. കല്യാണത്തിന് കൊടുത്തില്ലെങ്കിലും പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതൊന്നും പുറത്തു വരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയാലും ഇതൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന സ്ത്രീധനം ചെയ്യാൻ പറ്റുന്ന കാര്യം പെൺവീട്ടുകാർക്കാണ് എപ്പോഴും എന്ന് പറയുന്നത്. സ്ത്രീധനം, നിങ്ങളുടെ മകളെ കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് തരും എന്നൊരുത്തൻ അല്ലെങ്കിൽ ഒരു ആൺവീട്ടുകാർ
വീട്ടുകാർ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഗെറ്റ് ഔട്ട് അടിക്കുക എന്നതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി അതിലപ്പുറത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു കൂട്ടരെങ്കിലും ചിന്തിക്കുന്നത് എനിക്കൊരാണാണെന്നുണ്ടെങ്കിൽ, മകനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാവി, ഇനി അവൻ്റെ സ്വഭാവം എത്ര തരത്തിലുള്ള വൃത്തികെട്ടതാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം അങ്ങ് നേരെയാവും. അതിലപ്പുറത്തേക്ക് അവന് ജീവിക്കാനുള്ള വകയെല്ലാം പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനമായി കിട്ടും എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എത്ര തരത്തിൽ വൃത്തികെട്ട സ്വഭാവമുള്ള മക്കളെ നന്നാക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ ഒരു പരീക്ഷണം എന്ന തരത്തിലേക്ക് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം സെറ്റിലാക്കാൻ നോക്കുന്ന ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത പിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് സത്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പം നമ്മൾ നോക്കേണ്ട ഒരുപാട് പേരെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം, പുറത്താരും പറയത്തില്ലെങ്കിലും പല ആൾക്കാരും ഈ പറഞ്ഞ കളറ് നോക്കിയിട്ട്, അതല്ലെങ്കിൽ പണം നോക്കിയിട്ട്, ജോലി നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ പല തരത്തിലെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതല്ല നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്ന വലിയൊരു പാഠമാണ് ഇവിടെ പല വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ മകളെ കൃത്യമായിട്ട് പൊന്നുപോലെ നോവിപ്പിക്കാതെ, അല്ലെങ്കിൽ നോക്കുന്ന ഒരു മരുമകനാണോ അല്ലെങ്കിൽ മകനായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണോ, നമ്മളെ അച്ഛനെ ഈ പറഞ്ഞ അമ്മായി അച്ഛനും അമ്മായി അമ്മയും അല്ലാതെ അച്ഛനും അമ്മയും കാണാൻ കഴിയുന്ന മനസ്സുള്ള ഒരു മകനാണോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മക്കളുടെ നന്മ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ എത്ര പണത്തൂക്കം കൊടുക്കുന്നു എന്നുള്ളതല്ല. കാരണം ഇത് വാങ്ങിക്കുന്നവന്മാർക്ക് അത് തീരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇനിയും വേണമെന്ന് തോന്നും. ആ സമയത്ത് ഇത്തരത്തിലായിരിക്കും ഈ തരത്തിൽ മക്കൾമാരെ പലപ്പോഴും മക്കൾക്ക് അച്ഛന്മാരോടും അമ്മയോടും ഭയങ്കര കൂടുതലുള്ള ഒന്നും അറിയിക്കാതെ കഴിയുന്ന ഒരു കൂട്ടം പെൺമക്കളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര തരത്തിലുള്ള യാതനകൾ ഭർത്ത വീട്ടിൽ അനുഭവിച്ചാലും വീട്ടുകാരോട് പറയാതിരുന്ന് സഹിക്കുന്ന എത്രയോ പെൺമക്കൾ ഇപ്പോഴും ഉണ്ടാകും. ഇതിൽ ഈ പറയുന്ന ആണെന്ന് പറയുന്ന വർഗത്തെ മൊത്തത്തിൽ ഞാൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നല്ല. ഇത്തരത്തിൽ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഒരു പെണ്ണിന് തന്നെ, അതായത് അമ്മായി അമ്മ എന്ന് പറയുന്ന റോളിൽ നിൽക്കുന്ന ഒരു പെണ്ണിന് തന്നെ മരുമകളായി കയറി വരുന്ന പെണ്ണായിട്ടുള്ള മറ്റൊരു പെണ്ണിനെ എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാവാതെ പോകുന്നത്. അതായത് പെണ്ണിൻ്റെ ശത്രുവായിട്ട് മാറുന്നത് പെണ്ണ് തന്നെയാണ്. അതായത് ഒരു മകനെ കൃത്യമായിട്ട് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ഒരു അമ്മയ്ക്ക് കഴിയണം. ആ മകൻ ഇനി പറയാൻ പറ്റത്തില്ല, കൂട്ടുകെട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചുകൊണ്ട് തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഒരു വീട്ടിൽ കൃത്യമായിട്ട് മകൻ മരുമകളോട് തെറ്റായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അതിനെ വിലക്കാനുള്ള, ശാസന കൊടുക്കാനുള്ള അധികാരം അവൻ്റെ അമ്മയ്ക്കുണ്ട്. ആ അമ്മയ്ക്ക് ആ കഴിവുള്ളപ്പോഴാണ് അവർ നല്ലൊരു സ്ത്രീയായി മാറുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് മക്കളോടൊപ്പം കൂട്ടുനിന്നുകൊണ്ട് മരുമകളെ എത്തരത്തിൽ വേണമെങ്കിലും വേദനിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവളങ്ങ് പോയി കഴിഞ്ഞാലും അവളങ്ങ് ചത്തു കഴിഞ്ഞാലും എൻ്റെ മകന് കൃത്യമായിട്ട് മറ്റൊരു മകളെ കിട്ടും, അല്ലെങ്കിൽ മരുമകളെ കിട്ടും, ഒരു പെണ്ണിനെ കിട്ടും, അതിൻ്റെ കൂടെ കുറച്ച് വസ്തുവകകളും സ്വത്തും സ്വർണ്ണവും എല്ലാം കിട്ടും എന്ന് മാത്രം വിചാരിക്കുന്ന അത്രയും അധപ്പതനത്തിലേക്ക് പോകുന്ന സ്ത്രീവർഗത്തെയും നമ്മളിവിടെ കാണുകയാണ്. അപ്പം ഒരുപക്ഷെ ചില സ്ത്രീകളെങ്കിലും അവരുടെ അമ്മായിമാരെ അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പറയുന്ന സാഡിസ്റ്റ് മനോഭാവമാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചു എൻ്റെ അമ്മായിയമ്മയിൽ നിന്ന്. അതുകൊണ്ട് എൻ്റെ മരുമകളായിട്ട് വരുന്നവളെ ഞാൻ ആ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതങ്ങ് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന, വൃത്തികെട്ട തരത്തിൽ ചിന്തിക്കുന്ന, ഒരു വിവരവും ഇല്ലാത്ത ഒരു കൂട്ടം അമ്മായിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനപ്പുറത്തേക്ക് മരുമക്കളെ മക്കളായി കണക്കാക്കുന്ന, അവരുടെ സന്തോഷങ്ങൾക്ക് വില കൊടുക്കുന്നത്, സ്വന്തം മകൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ് വിലക്കുന്ന, അവൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മായിയമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പം മാറേണ്ടത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആൺമക്കളെ വളർത്തുന്ന അമ്മമാർ ഒരു പരിധിയിലധികം മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർ മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും നടക്കുന്നത്. ഈ പറയുന്ന മകൻ എന്ന് പറയുന്ന ഒരു വേർഷൻ പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നു കഴിയുമ്പം ഭാര്യയ്ക്കും അമ്മായിയമ്മയ്ക്കും ഇടയിൽ കിടന്നിട്ട് ഈ പറഞ്ഞ യാതന അനുഭവിക്കുന്ന ഭർത്താക്കന്മാരും ഒരുപാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടാണ് ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. കയറി വരുന്ന പെൺകുട്ടിയും അവിടുത്തെ അമ്മായിയമ്മയും തമ്മിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മകൻ അവിടെ അഡ്ജസ്റ്റ് ആവും, അല്ലെങ്കിൽ ഓക്കെ ആവും, അവർക്ക് വേറെ പ്രഷർ വരത്തില്ല, ടെൻഷൻ വരത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ അതിലപ്പുറത്തേക്ക് കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ, അതുകൊണ്ട് മകൻ്റെ ജീവിതം തകരാറിലാകുന്ന, അല്ലെങ്കിൽ കയറി വരുന്ന പെൺകുട്ടികളുടെ ജീവിതം തകരാറാക്കുന്ന അമ്മായിമാരുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ സ്ത്രീക്ക് കൃത്യമായിട്ടൊരു മകളുണ്ട്. ആ മകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഞാൻ മറ്റൊരു മകളോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അത് നടക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത്തരത്തിൽ പെരുമാറിയാൽ എനിക്കൊരു മകളിരിക്കുന്നതാണ്, അവൾക്ക് നാളെ എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല എന്ന് പോലും ചിന്തിക്കാനുള്ള വിവരമില്ലാത്ത തരത്തിൽ ഇത്രയും ക്രൂക്കഡ് മൈൻഡുള്ള, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കാനൊക്കെ മനുഷ്യർക്ക് കഴിയുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ
പല വീഡിയോസിലും പറഞ്ഞതുപോലെ 2025 ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ നടക്കുന്ന ഏറ്റവും മാരക വേർഷനായിട്ട് എനിക്ക് ഇതിനെയാണ് തോന്നിയത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ആ സമയത്ത് അനുഭവിക്കുന്ന മരണയാതന അത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലുത് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കലൊക്കെ തന്നെയാണ്. അത് വലിയ സത്യം തന്നെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അതിലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു രോഗം ഇനി ആ പെൺകുട്ടിയെ വൈറസ് കാർന്ന് തിന്നുന്നു. മരണം എപ്പോഴാണോ അവൾക്ക് സമ്മാനമായി കൊടുക്കാനിരിക്കുന്നത് അത്രയും കാലം ആ പെൺകുട്ടി തളർന്ന് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ വേദന, ആ ട്രീറ്റ്മെന്റ്, ബാക്കി കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം ഈ വൈറസിന്റെ കാര്യം നമുക്കറിയുന്ന കാര്യമാണ്, രോഗപ്രതിരോധ ശേഷി അത്രയും തകരാറിലാക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലപ്പുറത്തേക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മറ്റൊരു തരത്തിലാണ്. ഒരു 50% ആൾക്കാരെങ്കിലും ഇത് നല്ല രീതിക്ക് അല്ലെങ്കിൽ നേരെ ചൊവ്വേ എടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിലും ബാക്കി കുറച്ചു പേരെങ്കിലും HIV എന്ന് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെറ്റി ചുളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആ കുട്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ ചെയ്ത തെറ്റാണെങ്കിൽ നമുക്കറിയാം, ഒരാൾക്ക് HIV പോസിറ്റീവ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് അവൾക്ക് എന്തോ വഴിവിട്ട ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവനെന്തോ വഴിവിട്ട ബന്ധമുണ്ട്, അങ്ങനെ ആയിരിക്കാം അവൻ HIV പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കൂടുതൽ പേരെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് സിറിഞ്ച്, ഈ പറഞ്ഞ ഇത്തരത്തിൽ ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും കുത്തിവെക്കുന്നതോ അല്ലെങ്കിൽ രക്തം മാറ്റുന്നതിലൂടെയോ എന്നൊന്നും അവബോധമുള്ള ആൾക്കാർ, കാരണം ഞാൻ ഇത് പലപ്പോഴും പലയിടത്തും കേട്ടുള്ള കാര്യങ്ങളാണ്. ചില അമ്മമാര്, ചില വയസ്സായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ കുറച്ച് അത്രയും മെച്ചുറായിട്ടുള്ള ആൾക്കാർ പോലും പലപ്പോഴും ഈ ഒരു കാര്യത്തിന് ഈ തരത്തിൽ ചിന്തിക്കുന്നത്, പറയുന്നത് പലപ്പോഴും കേൾക്കാൻ ഇടയായിട്ടുള്ളതാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന് പറയുന്നത്. കാരണം അത്രയും മാത്രമാണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് യാതനകളുണ്ട്, അതിലപ്പുറത്തേക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇങ്ങനൊരു സ്ഥിതി മറ്റൊരാൾക്കും വരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എത്രത്തോളം വലിയ ശിക്ഷയാണോ കൊടുക്കാൻ കഴിയുന്നത് അതിലപ്പുറത്തേക്കുള്ള ശിക്ഷ തന്നെ കിട്ടണം. കാരണം ഇങ്ങനെ ഇതിലപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഞെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ഞെട്ടലുകളാണോ ഈ 2025 നമുക്ക് സമ്മാനിക്കാൻ ഇരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.